അപ്പോൾ ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ തവക്കലിലൂടെ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാം ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. കാരണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഉള്ളത് കൊണ്ട് നാം ജീവിതത്തിൽ തൃപ്തിപ്പെടാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാടൊന്നും നമുക്ക് ഈ ദുനിയാവിൻ്റെ പിറകെ പോകേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ ഉള്ളത് കൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അത് ചെറുതാണെങ്കിലും അതിൻ്റെ മൂല്യം മഹത്വം മനസ്സിലാക്കി അത് എത്രമാത്രമാണ് അതിൻ്റെ മൂല്യമെന്ന് അതിൻ്റെ മഹത്വമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് തൃപ്തിപ്പെട്ടുകൊണ്ട് നാം ഈ ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിൽ നാം ആണ് ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4 കാര്യങ്ങൾ ഏതൊരുവന്റെ ജീവിതത്തിൽ കിട്ടിയോ ലഭിച്ചോ അവൻ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ ഏതാണെന്ന് പറഞ്ഞു തരട്ടെ. ഒരു ഹദീസ് കേട്ടോളിൻ. അൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അർബഉം മിനസ് സഅദതി, അർബഉം മിനസ് സഅദ, 4 കാര്യങ്ങളുണ്ടല്ലോ അത് സൗഭാഗ്യങ്ങളിൽ പെട്ടതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങളുണ്ടല്ലോ അതുണ്ടല്ലോ ജീവിതത്തില് ഒരുപാട് ആഡംബരമായി ലഭിക്കണമെന്നല്ല പറയുന്നത്. അതായത് മിതത്വമായ രീതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കലാണ്. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന്. ആ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നാൽ ഈ പറയാൻ പോകുന്ന 4 സൗഭാഗ്യങ്ങൾ ആഡംബരമില്ലാതെ ഏതൊരു